നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ റോഡില് ഓടയില് കിടന്നുറങ്ങുന്ന ഒരു കള്ളുപിടിയാണ് ഞാനിപ്പോ. അറിയോ? ഞാൻ പറയുന്നൊന്നും അയാൾക്ക് കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന എല്ലാം ഇപ്പോഴും ഉണ്ട്. അമ്മയും അനിയത്തിമാരും കുടുംബശ്രീ ഹോട്ടലും അവിടെ ജോലി ചെയ്ത കുറെ ചേച്ചിമാരും എല്ലാം ഉണ്ട്. ഒന്നും ഞാനായിട്ടില്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ അയാള് നടത്തിയ ആത്മഹത്യ നാടകമുണ്ടല്ലോ, വിരണിയായ ഭാര്യ ഭർത്താവ് അടുത്തില്ലാത്തത് കൊണ്ടുണ്ടായ ആത്മവേദനയിൽ നിന്നുണ്ടായതാണെന്നാണോ താ കരുതുന്നേ? എന്നെ രാജീവ് രംഗനാഥനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? രാജീവിനിപ്പോ കുടുംബമില്ല, അന്തസ്സില്ല, അഭിമാനമില്ല. അത് മാത്രോ തക്കലല്ല വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റത്തില്ല. പ്രസവിച്ച് വളർത്തിയതിനടക്കം 18 ലക്ഷം രൂപയുടെ ബാധ്യത തീർത്തിട്ടാ എന്റെ അമ്മ ഞാൻ അവിടെ പറഞ്ഞു വിട്ടത്. അതും അയാള് പറഞ്ഞിട്ട്. ജോർജിലാ താമസം. അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ആകെ ഉണ്ടായിരുന്നൊരു ജോലിയാ. മുന്നറിയിപ്പില്ലാതെ ആബ്സെന്റ് ആവുന്നു പറഞ്ഞിട്ട് സസ്പെൻഷൻ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം കാണിക്കാൻ പറഞ്ഞിരിക്കും. ഇപ്പം അറിയാം എനിക്ക് അതും വയ്യാ തീരുമാനവും. അതോടെ ഇപ്പൊ രാജീവ് രംഗനാഥന്റെ പേരിന്റെ കൂടെ അഹങ്കാരത്തോടെ ചേർത്ത് വെച്ചിരുന്ന കോളേജ് ലെക്ചർ എന്ന ലേബൽ അങ്ങെടുത്ത് മാറ്റാം. പിന്നെ രാജീവ് രംഗനാഥ് പൂജ്യമാ, ഒറ്റ പൂജ്യം. എന്നെ അവസ്ഥയിൽ എത്തിച്ച് അതുകൊണ്ടൊന്നും പോരാ അവക്ക്. ഇനി ഭൂമിക്കടിയിലേക്ക് ചവിട്ടി അങ്ങ് താഴ്ത്തണം. അതിന് വേണ്ടിയിട്ട് ഈ ആത്മഹത്യാ ശ്രമം, മനസ്സിലായോ? ശാരീരത്തിനെ ജീവനൊടുക്കിയെന്ന് ചോദിച്ച ബാക്കിയുള്ളവർ പറയുമല്ലോ. നിഷ്ഠൂരനായ ഭർത്താവിന്റെയും അയാളുടെ അമ്മയുടെയും അമ്മാവന്റെയും ഗാർഹിക പീഡനം. സ്ത്രീധനം ആവശ്യപ്പെട്ട് രക്തരക്ഷസുകളെ പോലെ അഴിഞ്ഞാടിയ ഭീകര തത്വങ്ങൾക്ക് ശേഷ ജീവിത ശിക്ഷ ജയിൽവാസം. അവിടെ കിടന്ന് നരകിച്ച് ചാവണം. എന്നെ ശിക്ഷിച്ച പോരേടോ. എന്തിനാണോ ഹൃദ്രോഗിയായ എന്റെ അമ്മയും ആ പാവം മേടിച്ച അമ്മാവനെ ശിക്ഷിക്കുന്നത്? എടോ, എനിക്ക് ജന്മം തന്നതിനും വളർത്തി വലുതാക്കിയതിനൊക്കെ അവര് ജയിലിൽ കിടന്ന് ശപിക്കണോ അല്ലേ? അതൊക്കെ ഇപ്പോഴേ ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്ന് അയാളുടെ പറഞ്ഞേക്ക്. രാജീവ് രംഗനാഥൻ തീർന്നെന്ന് അറിയിച്ചേക്ക്. സാറേ, ഇനിയൊരു ആത്മഹത്യ ഉണ്ടെന്ന് നെഞ്ചു പിളർക്കണ്ട. ഈ ജീവിതം തന്നെ ശിക്ഷയായിരിക്കുക രാജീവിന്. സാറേ, താൻ കേട്ടിട്ടുണ്ടോ? പണ്ടേ നീ തുലയുന്നു, വിളക്കം കെടുത്തുന്നു. പണ്ടിനോട് പോയി പറഞ്ഞേക്ക് വിളക്ക് കെട്ട് കഴിഞ്ഞെന്ന്. ഇനി തൊലയ്ക്കാൻ നിക്കണ്ട. സാറേ, സാറേ, ഇങ്ങനെ കുടിക്കുന്നതാണ് എല്ലാത്തിനും പരിഹാരം. എടോ, മദ്യവും പെണ്ണും ഒരുപോലെ എന്നുവെച്ചാ രണ്ടും ഒരുപോലെ മയക്കും, കരലെടുക്കും. പക്ഷേ പെണ്ണിനേക്കാളും ഡീസൻസിയുണ്ടോ മദ്യത്തിന്. ഇത് അപകടകാരിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പെണ്ണത് പറയത്തില്ല. അവളുടെ പുഞ്ചിരിയിൽ ഒരു ചതി അവൾ ഒളിപ്പിച്ചു വെച്ചേക്കും. അതുകൊണ്ട് മദ്യത്തെ സ്നേഹിക്കാം, മനസ്സറിഞ്ഞ് സ്നേഹിക്കാം. ഇയാള് പോണോ, പോയി വേറെ പണിയെ നോക്ക്. ചെയ്തിടത്തോളം മാർഗങ്ങൾക്കൊക്കെ നന്ദി. ഇനിയും ആ സാധനത്തിനടുത്ത് എന്നെ തലയെടുത്ത് വെച്ചേട്ടാ വരില്ലേ? ഞാൻ വഴിയിൽ ജീവിച്ച് പോക്കോട്ട് പ്ലീസ്. ഇത് യാർക്കാക 90. എന്താ കഴിച്ചതിന്റെ പൈസ? ഞാനേ സാറിനോട് വാങ്ങിക്കൊണ്ടുവരാം. ആ, സർ, 90 രൂപയായി. എന്തിന്? കഴിച്ചതിന്. ശാലിനി ഒന്ന് നോക്കിക്കോണേ.
താൻ കൊടുത്തോ? ഇല്ല, എന്റെ കയ്യിൽ ഇല്ലായിരുന്നു സാർ. എന്നാ താൻ വണ്ടിയിലോട്ട് കയറ്. ആ ശരി സാർ. ദേ കാശ് തന്നില്ല. ദേ കാശ് തന്നില്ല. കാശ് തന്നില്ല എന്ന്. സാർ അയാളല്ല, ഞാനാ കഴിച്ചത്. നിനക്കെന്താ വേണ്ടേ? 90 രൂപ. പോലീസുകാരുടെ കാശ് വയ്ക്കാറായിട്ട് നീ ഇവിടെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റിയോ? ശാലിനി, ശാലിനി, നിക്കടി നീ. ശാലിനി, ദേ പോലീസ്. അവരെന്നോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ ജീപ്പിൽ കയറാൻ പറയുന്നു. ആര്? അവര്, ആ പോലീസുകാര്. എന്താ സർ, എന്താ പ്രശ്നം? എന്തിനാ വിജിലെ കൊണ്ടുപോകുന്നേ? പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്, പോലീസ് വാഹനം തടഞ്ഞതിന്. പോലീസ് വാഹനം തടഞ്ഞെന്നോ? അതിനിവിടെ ആരും തടഞ്ഞില്ലല്ലോ നിങ്ങളെ. എന്ന് നീയാണോ നിശ്ചയിക്കുന്നേ? സാറിന് നിശ്ചയിക്കാങ്കിലേ എനിക്ക് നിശ്ചയിക്കാം. കോടതിയിൽ പോലീസിന്റെയും സാധാരണ പ്രജകളുടെയും മൊഴിക്ക് ഒരേ വിലയാ. നിയമമൊക്കെ അറിയാലോ. എന്നാ നീയും കയറിക്കോ. ഇവിടെ ഭക്ഷണം വിളമ്പാനുള്ള പഞ്ചായത്തിന്റെ ലൈസൻസ്, ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ ഉടങ്കൊല്ലി വണ്ടിയുടെ ഫിറ്റ്നസ്, ഇൻഷുറൻസ്, ടാക്സ്, പുക, അതുപോലെ ഇത് ഓടിക്കുന്നവന്റെ ലൈസൻസ്, മായം ചേർക്കൽ നിരോധനം ലംഘിച്ചിട്ടില്ല എന്നുള്ളതിന്റെ സർട്ടിഫിക്കേഷൻ, അങ്ങനെ സകലമാന കുന്തവും കുടച്ചക്രവും എന്നെ ബോധ്യപ്പെടുത്തിയിട്ട് നീ ഇവിടെ കട നടത്തിയാ മതി. എഴുന്നേറ്റ് പോയിട്ടാ എല്ലാരും. ഇവിടെ നീ കടയിലൊരു കുന്തമല്ല കൂടെ. ഇത് ന്യായമാണോ സാറേ? എന്താടാ നിനക്ക് പറഞ്ഞോടാ കൂടെ? കയറടി വണ്ടിയില്. ആകാശത്തിന് കീഴിലുള്ള സകലമാന സർട്ടിഫിക്കറ്റുകളും ചോദിക്കാൻ സാറിനെ നിയമം അനുവദിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ബോധ്യപ്പെടുത്താനുള്ള സമയവും സാവകാശവും അതേ നിയമം എനിക്കും അനുവാദം തരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വണ്ടി കയറുന്നില്ല. വകുപ്പ് ഏതാണെന്ന് നീയാണോ നിശ്ചയിക്കുന്നത്? അതൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിക്കോളാം. അത് പോരല്ലോ സാറേ. പ്രതി ചേർക്കപ്പെടുന്നവർക്കും ബോധ്യം വരണമെന്നാ നിയമം പറയുന്നേ. എടി, ഇവിടെയും കൂട്ടി മര്യാദയ്ക്ക് വണ്ടി കയറാനാ പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരുവേ. വനിതാ പോലീസ് അല്ലാതെ ഒരാളും എന്റെ ദേഹത്ത് തൊടാൻ പോകുന്നില്ല സാറേ. തൊട്ടാൽ എന്താടി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.